മോഹൻലാലിന്റെ അപ്കമിംഗ് പ്രോജക്റ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായമണിയുന്ന ബറോസ് എന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ സംവിധാന അരങ്ങേറ്റം എന്നതാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തുന്ന ഘടകം. വരുന്ന മാർച്ച് 28-ന് തിയേറ്ററുകൾ എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ചിത്രം വൈകാൻ ഇടയുണ്ടെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ഇപ്പോഴിതാ ബറോസ് സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ആണ് പുറത്തെത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ മ്യൂസിക് റെക്കോർഡിംഗ് സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാദസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. അമേരിക്കൻ ടെലിവിഷൻ ചാനലായ CBSന്റെ വേൾഡ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ്. ലിഡിയൻ ആദ്യമായി ഒരു ഓർക്കസ്ട്രൽ റെക്കോർഡിംഗ് നിർവഹിക്കുന്നതും ഈ ചിത്രത്തിന് വേണ്ടിയാണ്. റെക്കോർഡിംഗ് സെക്ഷനിൽ നിന്നുള്ള ഒരു വീഡിയോ ഫൂട്ടേജ് ലിഡിയൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരുന്നു. നേര്, മലയക്കോട്ടെ വാലിബൻ എന്നീ ചിത്രങ്ങളുടെ വിജയങ്ങൾക്ക് ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ബറോസ്. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ്. 170 ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രമാണ് ബറോസ്. സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ബറോസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത്. അതേസമയം ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ആദ്യ ദിനങ്ങളിൽ ചിത്രത്തിൽ ലഭിച്ച സമ്മിശ്ര അഭിപ്രായത്തെ മറികടന്ന് 2-ാം ദിവസം മുതൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം നേറി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയക്കോട്ടെ വാലിബൻ.